32 ഇഞ്ചിൻ്റെ 4K പാനൽ വരുന്ന IPS ഡിസ്പ്ലേ, വീഡിയോ ഗ്രേഡിങ്ങിനും ഫോട്ടോ എഡിറ്റിങ്ങിനും പറ്റുന്ന കിഡിലൻ കളർ ആക്യുറസി, പിന്നെ എണ്ണിയാലൊടുങ്ങാത്ത പോർട്ടുകൾ. അതിൽ വളരെ പ്രധാനമായിട്ടും 3 ടൈപ്പ് സി പോർട്ടുകൾ, 2 തണ്ടർബോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന, പ്ലസ് നിങ്ങളുടെ മാക്ക്, ഐപാഡ്, ഐഫോൺ ഇതെല്ലാം നിങ്ങൾക്ക് ചാർജ് ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന 85 വോൾട്ടിൻ്റെ പവർ ഡെലിവറി സപ്പോർട്ട് ചെയ്യുന്ന തണ്ടർബോൾട്ട് 3 പോർട്ടും, പിന്നെ ഡിസ്പ്ലേയുടെ എല്ലാ സെറ്റിങ്സും യാതൊരു ഹസിലും ഇല്ലാതെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഡിസ്പ്ലേ പൈലറ്റ് 2 സോഫ്റ്റ്വെയറും ഇതെല്ലാം കൂടെ സർക്കിൾ ചെയ്ത് വരുന്ന ഒരു കിടിലൻ മോണിറ്ററാണ് ബെൻക്യുവിൻ്റെ PD3225U എന്ന് പറയുന്ന 32 ഇഞ്ച് 4K മോണിറ്റർ. ബെൻക്യുവിൻ്റെ പ്രൊഫഷണൽ ലൈനപ്പിൽ വരുന്ന PD സീരീസ് മോണിറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലാണ് അൺബോക്സ് ചെയ്യുന്നത്. സോ മോണിറ്റർ വരുന്ന ഇത്തരം വലിയൊരു പാക്കേജിങ്ങിലാണ് ആൻഡ് വളരെ ടൈറ്റ്ലി പാക്ഡ് ആണ്. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആദ്യം തന്നെ ഉള്ളത് കളർ കാലിബ്രേഷൻ റിപ്പോർട്ടാണ്. ഇത് പാന്റോണും കാൽവിനും സർട്ടിഫൈ ചെയ്തിട്ടുള്ള കാലിബ്രേഷൻ റിപ്പോർട്ടാണ്. ഇതിന്റെ പ്രത്യേകത ബെൻക്യു ഓരോ മോണിറ്ററും ഇൻഡിവിജ്വലി കാലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ HDMI കേബിൾ, USB-C, തണ്ടർബോൾട്ട് 3 കേബിൾ, ഡിസ്പ്ലേ പോർട്ട് കേബിൾ, USB-A to USB-B കേബിൾ, ഹോക്കി പങ്ക് പവർ കേബിൾ. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ മിസ്റ്റേക്കിൽ നിന്ന് ബെൻക്യു ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്ക് വാൾ അഡാപ്റ്റേഴ്സ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ അഡാപ്റ്റേഴ്സ് വേണം. സോ അതും ബെൻക്യു ഈ പ്രാവശ്യം ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് ഇതിൻ്റെ ബേസും ആമുമാണ്. ബേസ് വളരെ ഹെവിയാണ്. അത് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും. പേഴ്സണലി ഈ ഒരു ബേസ് എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് നമ്മൾ ടേബിൾ വെക്കുമ്പം ആ ടേബിളിൻ്റെ വലിയൊരു സ്പേസ് ഇത് കവർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത്ര സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ വളരെ ക്രിയേറ്റീവായിട്ട് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബേസിൻ്റെ മുകളിൽ കീപ്പ് ചെയ്ത് നമുക്ക് ആ ഒരു സ്പേസ് ഫില്ലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഡിസ്പ്ലേയുടെ ഓവറോൾ എർഗണോമിക്സിലേക്ക് വരുമ്പം ഫ്രണ്ടിൽ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ബോർഡേഴ്സാണ് 4 സൈഡിലും ലഭിക്കുന്നത്. മറ്റുള്ള മോണിറ്റേഴ്സിൽ വരുന്ന പോലെ ബോട്ടം നമുക്ക് വളരെ ചങ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസൽസ് കൂടിയിട്ടുള്ള രീതിയിലൊന്നുമല്ല. 4 വശത്തും സിമെട്രിക്കൽ ആയിട്ടുള്ള ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം വളരെ മിനിമൽ ആയിട്ടുള്ള ലുക്കാണ്. വേറെ ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ ഡിസ്ട്രാക്ഷൻസോ ഒന്നും തന്നെ ഇല്ല. ക്ലീൻ മിനിമൽ ലുക്കാണ് ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്പ്ലേ ബോക്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ വളരെ ഈസിയാണ്. കാരണം ഈ ഒരു ആം നമുക്ക് വളരെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാനും അവിടെ നിന്ന് തന്നെ ഈ ബേസ് പ്ലേറ്റ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ഒരു കംപ്ലൈൻറ്റും കൂടാതെ അല്ലെങ്കിൽ ഒരു ഡാമേജും കൂടാതെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ടിൽറ്റ് ചെയ്യാനും സ്വിവൽ ചെയ്യാനും 90 ഡിഗ്രിയിലേക്ക് നമുക്ക് പിവിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ: ബാക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന കേബിൾസിന് ആവശ്യത്തിനുള്ള ലെങ്ത് ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ബട്ടൺസിൻ്റെ പ്ലേസ്മെൻറ്റും കൃത്യമാണ്. നിങ്ങൾക്ക് എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആംഗിളിലാണ് കീപ്പ് ചെയ്തേക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ബെൻക്യു മോണിറ്റേഴ്സിൻ്റെ എസ്പെഷ്യലി PD സീരീസിൽ വരുന്ന മോണിറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ കണക്ടിവിറ്റിയാണ്. കാരണം വൈഡ് വെറൈറ്റി ഓഫ് പോർട്ട് സെലക്ഷനാണ് ബെൻക്യു പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് 3225U എന്ന് പറയുന്ന ഈ ഒരു മോഡലിലേക്ക് വരുമ്പം സൈഡിലായിട്ട് നമുക്ക് 3 കണക്ടിവിറ്റി പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹെഡ്ഫോൺ ജാക്ക്, മറ്റൊരു USB Type A ആൻഡ് Type C പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് വളരെ ഹാൻഡി ആയിട്ട് എന്തെങ്കിലും ഒരു SSDയോ അല്ലെങ്കിൽ പെൻ ഡ്രൈവോ തം ഡ്രൈവോ അല്ലെങ്കിൽ ഡിവൈസ് ചാർജ് ചെയ്യാനോ നമുക്ക് അവിടെ കേബിൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേബിൾസ് ടാങ്കിളായി കിടക്കുന്നത് മറയ്ക്കാൻ വേണ്ടി ഒരു പ്രത്യേക കവറും ബെൻക്യു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ പാനലിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് 400 nits ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സൂപ്പർ ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ് ബെൻക്യു ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2000:1 ആണ്. പിന്നെ നിങ്ങളൊരു മാക് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ P3 കളർ ഡാമേജ് സപ്പോർട്ടഡ് ആണ്, HDR 400 സപ്പോർട്ടഡ് ആണ്. ഇത്ര വലിയ മോണിറ്റർ ആണെങ്കിലും ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 16:9 ആണ്. അതുകൊണ്ട് തന്നെ നല്ല വൈഡ് സ്ക്രീനിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഈവൻ മൂവീസും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ മാക് കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നൊരു സംശയമാണ് ഡിസ്പ്ലേ സ്കെയിലിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടാകുമോ. കാരണം ഇത് 4K മോണിറ്ററാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ബെൻക്യു മോണിറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതിപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മാക്ബുക്ക് പ്രോ ആയാലും അതോടൊപ്പം മാക് മിനിയും ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാറ്. എഡിറ്റിങ്ങിൻ്റെ പർപ്പസിനും എല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് സ്കെയിലിങ്ങിൻ്റെ ഒരു ഇഷ്യോ കംപ്ലൈൻറ്റുകളോ ഒന്നും തന്നെ ഫീൽ ചെയ്തത്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ കളർ ആക്യുറസിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പാന്റോണും കാൽവിനും സർട്ടിഫൈഡ് ആയിട്ടുള്ള കളർ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള മോണിറ്ററാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റിങ്ങിലേക്ക് വരുമ്പം കളർ റീപ്രൊഡക്ഷൻ, കളർ ആക്യുറസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏത് എക്സ്ട്രീം കോർണേഴ്സിൽ നിന്ന് നോക്കിയാൽ പോലും കളറിലോ അല്ലെങ്കിൽ ആ ഒരു വ്യൂവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒരു കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലും ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് ഹിറ്റ് ചെയ്താലും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആസ്വദിക്കുന്ന സമയത്തോ നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസോ ഉണ്ടാകുന്നില്ല. ബെൻക്യു 3225U എന്ന് പറയുന്ന മോണിറ്ററിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ കൺട്രോൾസ് ആണ്. യൂസേഴ്സിന് ഈ ഒരു മോണിറ്റർ വളരെ സിമ്പിളായിട്ട്
ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ പൈലറ്റ് 2 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഡിസ്പ്ലേ പൈലറ്റ് എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ BenQ പ്രീവിയസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അവരുടെ ഓൾഡർ ജനറേഷൻ മോണിറ്റേഴ്സിൽ. പക്ഷേ ഈ ഡിസ്പ്ലേ പൈലറ്റ് 2 എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. കാരണം നമുക്ക് മാക്കിലെ കൺട്രോൾ സെൻറ്റർ നമ്മൾ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് എല്ലാ കൺട്രോൾസും, ഈവൻ ഇൻക്ലൂഡിങ് ബ്രൈറ്റ്നസ് കൺട്രോൾ, കോൺട്രാസ്റ്റ്, നമുക്ക് P3 കളർ ഗ്രാമിക്സ് പോലുള്ള പല മോഡുകളും, ഡിസ്പ്ലേ പ്രൊഫൈലുകൾ, ഇതെല്ലാം നമുക്ക് ലിറ്ററലി ഡിസ്പ്ലേ പൈലറ്റ് 2 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ച് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സോഫ്റ്റ്വെയർ കൺട്രോൾ നിങ്ങളുടെ താല്പര്യത്തിലുള്ള ഒരു സംഭവം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കിൽ ഫിസിക്കൽ കൺട്രോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമായിട്ടും ഒരു ജോയ്സ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത്. അതിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ജോയ്സ്റ്റിക്കാണ്. കാരണം ബട്ടൺസ് ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിനും വളരെ ഈസി ആയിട്ട് നമുക്ക് ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഓപ്ഷൻസിലേക്ക് സ്വിച്ച് ചെയ്യാനും സെലക്ട് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ KVM സ്വിച്ചും ഡെയ്സി ചെയിനും സപ്പോർട്ടഡ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാക്കും വിൻഡോസും നിങ്ങൾ ഓൾട്ടർനേറ്റീവ്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ മോണിറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ മാക്കും വിൻഡോസും നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനാണ് KVM സ്വിച്ച് ഉള്ളത്. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹോട്ട് കീ പങ്ക് ഉപയോഗിച്ചുകൊണ്ട് സ്വിച്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 HDMI പോർട്ട്, 2 USB-C പോർട്ട്, A പോർട്ട്, USB-B പോർട്ട്, 1 ഡിസ്പ്ലേ പോർട്ട്, അതോടൊപ്പം പവർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ പോർട്ടുകളോടൊപ്പം തന്നെ ഇന്റേണലി ഇതിന് 2 സ്പീക്കേഴ്സാണ് കൊടുത്തേക്കുന്നത്. 2.5 വോൾട്ടിൻ്റെ 2 സ്പീക്കേഴ്സ്. ഈ ഒരു സ്പീക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അത്ര ലൗഡായിട്ടുള്ള ഒരു ഔട്ട്പുട്ടോ കാര്യങ്ങളോ അല്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാനോ വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പീക്കേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ഇതിൽ 3 USB Type-C പോർട്ടുകളാണ് വരുന്നത്. ഇതിൽ ബോട്ടത്തിലുള്ള 2 USB പോർട്ടുകളും തണ്ടർബോൾട്ട് എനേബിൾഡ് ആയിട്ടുള്ള USB 3.2 Gen 2 ആണ്. അതുകൊണ്ട് തന്നെ 85 വോൾട്ടിൻ്റെ പവർ ഡെലിവറി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഡാറ്റ ട്രാൻസ്ഫറിംഗ് സ്പീഡിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. 10 GB/s ആണ്. ലിറ്ററലി നിങ്ങളുടെ SSD ഇതിൽ കണക്ട് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈവൻ നിങ്ങളുടെ മാക്കോ ഐപാഡോ അല്ലെങ്കിൽ ഈവൻ USB Type-C സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐഫോണോ ആണെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനും സാധിക്കുന്നതാണ്. BenQന്റെ PD മോണിറ്റേഴ്സ് എല്ലാം തന്നെ മാക് കോമ്പാക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ മാക്ബുക്കിലെ ഓരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാക്കിൻ്റെ ഓരോ ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ M-Book മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മാക്കിൽ വരുന്ന ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു കളർ പ്രൊഫൈൽ നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. ആ ഒരു പ്രൊഫൈൽ അത്ര ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അതിനുള്ള ഓപ്ഷനും BenQ കൊടുത്തിട്ടുണ്ട്. സോ ആസ് എ ക്രിയേറ്റർ നിങ്ങളുടെ കണ്ടന്റ് ക്വാളിറ്റി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി. അതിൽ എഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമാണ് ബെറ്റർ ആയിട്ടുള്ള കളർ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോണിറ്റർ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾ മാക്കോ ഐപാഡോ ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ iPad Air Pro ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ ഒരു മോണിറ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മാക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കളർ ഗ്രേഡിംഗ്, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മോണിറ്റേഴ്സ് തന്നെയാണ് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഹാർഡ്വെയർ പ്രൊഡക്ടിവിറ്റി ഫീച്ചേഴ്സും ഇതിൻ്റെ സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ഡിസ്പ്ലേ പൈലറ്റ് 2 എന്ന് പറയുന്ന ആ ഒരു ഫീച്ചേഴ്സും എല്ലാം കമ്പൈൻ ചെയ്ത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോണിറ്ററാണ് BenQന്റെ PD സീരീസിലുള്ള 3235U എന്ന് പറയുന്ന ഈ ഒരു മോണിറ്റർ. ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും ആൻഡ് ഇതിൻ്റെ പ്രൈസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.